മറ്റൊരു ഇത് ഒഴിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പഴയ ഡ്രസ്സുകൾ വെച്ച് തന്നു കേട്ടോ. ഇടാൻ യൂസ് ചെയ്യാൻ പറ്റാത്ത ഡ്രസ്സുകൾ, യൂസ് ചെയ്യാനല്ല, അത്യാവശ്യം മഴയത്തെല്ലാം പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഇതെനിക്ക് എൻ്റെ അനിയത്തി വാങ്ങി തന്നെ കേട്ടോ. എൻ്റെ അനിയത്തി വെച്ചാൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ഫാഷൻ ഡ്രസ്സാണ് ഈ സാധനം. എല്ലാം ഞാൻ തല തിരിച്ചിട്ട് മടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിസ്തിരിടേണ്ടി വരുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇത് ഞാൻ സാരീനെ കൊണ്ടുപോയി, അമ്മേൻ്റെ ഒരു സാരി ഉണ്ടായിരുന്നു, അതിനെ കൊണ്ടുപോയി ഫസ്റ്റ് എടുത്ത ചുരിദാർ. ഇതൊക്കെ ഇട്ടിട്ട് ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ റീൽസ് വരണമെന്ന് വിചാരിച്ചതാണ്. എല്ലാം ഇട്ടിട്ട് റീൽസ്. ഇത് നമുക്ക് സ്ട്രെച്ചബിളാണ് സാധനം. ഞാൻ വയനാട് നോമ്പെടുത്തിയ എല്ലാം ഒരു ദിവസം ഇട്ടിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ഇത് ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് അവർക്ക് അന്നേരം നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ടൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. ഇത് ഷോപ്പിൻ്റെ പരസ്യം ഒന്നുമല്ല, ഇത് താത്തേനോട് വെല്ലുവിളിയുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താത്തേൻ്റെ അത്ര ഡ്രസ്സൊന്നും എനിക്ക് കിട്ടൂല. കാരണം ഞാൻ സാധാരണക്കാരിയാണ്, നമ്മളൊക്കെ സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. നീയല്ലേ 18ഓളം ഹണി ട്രാപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വലിയ വലിയ പൈസയൊക്കെ ആക്കി നടക്കുന്നത്. നമ്മളെല്ലാം വെറും പാവങ്ങളടി, പാവങ്ങൾ. അപ്പം ഞാനിത് എൻ്റെ പ്രേക്ഷകർക്ക് ഒന്ന് പറയേണ്ടിയിട്ട് മാത്രം ലൈവിൽ വന്നതെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായിനോ? നിന്നെപ്പോലെ ആവാൻ നിനക്ക് മാത്രമേ പറ്റൂ, മറ്റുള്ള ആൾക്കാർക്ക് പറ്റില്ല. നീ അത് ആദ്യം ചിന്തിക്കുക. നീ എല്ലാവരെയും വെല്ലുവിളിച്ച് നടക്കുന്ന നേരം കൊണ്ട് അവരവരെ കാര്യം ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. എത്ര ആൾക്കാരുടെ ശാപമുണ്ട്, ഇത്ര ആൾക്കാർ ഇതുണ്ട് എന്നൊക്കെ തന്നെത്താനെ ആലോചിച്ച് നോക്കുക. അപ്പം അത് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാനായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. താനായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം ജസ്ന എന്ന ശലീം കാക്ക എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഞാനിങ്ങനെ മനസ്സിലാവുന്നത്. എന്താ അല്ലേ സംഭവം തന്നെ. സലീം കാക്ക നമ്മളെയൊക്കെ ഭർത്താക്കന്മാരാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണമെന്ന് പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് സാർ. ഫുൾ കൈ മെറ്റീരിയൽ. ഞാൻ അന്നെല്ലാം കയ്യില്ലാത്ത ഡ്രസ്സൊക്കെ ഞാൻ ഇടലുണ്ടായിരുന്നു. സ്ലീവ്ലെസ്. അതിനെ പക്ഷെ ഓവർ കോട്ട് ഇടും. ഞങ്ങൾക്ക് കയ്യില്ലാത്ത ഇഷ്ടമല്ല ഇടുന്നത്. ഇതുപോലും കഴിഞ്ഞിട്ടില്ല. ഇത് ഞാൻ നമ്മളെ വെലങ്ങാട് ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോകുമ്പോൾ എടുത്തതാണ്. ഈ ഡ്രസ്സ് നിങ്ങൾ അധികം കാണാറുണ്ടാവും. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഇതധികം നിങ്ങൾ അതുകൊണ്ട് കാണും. ബ്ലാക്കിൽ വരുന്നത് നല്ല അടിപൊളി ഡ്രസ്സാണ്. മെറൂൺ ടൈപ്പ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാനേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് ഉപയോഗിക്കാം. ഇത് വേറൊരു മോഡലാണ്. രണ്ട് ഭാഗത്ത് കീശയുള്ള ടൈപ്പ്. ഇത് ചുരിദാറിൻ്റെ പാൻറ്. ഇതൊക്കെ നോക്കാൻ സ്ഥലമുണ്ട്. ഇത് നമ്മൾ പരിപാടിക്ക് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചെടുത്തതാണ് ഡ്രസ്സ്. ഇത് അരിക്കൊമ്പൻ്റെ ഒരു ഇത് വന്നില്ലേ, അതിനെടുത്തതാണ്. ഇന്ന് പുറത്ത് നോക്കാം. ഇതൊക്കെ ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ. ഇത് ഡ്രസ്സുകളാണ്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നില്ല, അത്യാവശ്യം യൂസ് ചെയ്യലുണ്ട്.
ചെറു റോസ്. ഇത് നമുക്ക് അഡ്ജസ്റ്റബിളാണ്, മറ്റേ സ്പ്രിങ് ടൈപ്പില്ലേ അതാണ്. ഞാൻ അധികം കോളർ ടൈപ്പ് എടുക്കുക. ഇത് ഒരു കല്യാണത്തിനൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, അന്നേരം ഞാൻ എടുത്തതാണ്. അന്നേരം നിങ്ങൾ പറയും ഇതെന്താ ബ്ലാക്ക് എടുക്കുന്നത്. ബ്ലാക്ക് പ്രശ്നമില്ല, നല്ല കളറല്ല. ബ്ലാക്ക് തന്നെയാണ് എൻ്റെ അടുക്ക് അധികം ഉണ്ടാകുക. ഇത് വേറൊരു ചുരിദാർ. ഇതാ ഞാനെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നൊന്നുമില്ല, കാരണം ഒരുപാട് ഡ്രസ്സുകൾ ഉള്ളത് കൊണ്ട്. എന്താ ഇത് വേറൊരു ടൈപ്പ്, ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. ഇവനങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ല. ഇത് വിസ്മയില്ലാന്ന്, ഇത് നല്ല എമൗണ്ട് ഉണ്ട്. ഇത് പിന്നെ ജീൻസ്, ത്രീ ഫോർത്ത്. ഇത് 3/4.